ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് മദീനത്തിന്റെ ഈത്തപ്പഴത്തോട്ടത്തിലൂടെ നടന്നു പോവുകയാണ്. നിബിഡ വനമാൻ പോലെ കിടക്കുന്ന ഈത്തപ്പഴത്തോട്ടത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്. എടാ ഉമറേ, അന്ധകാര നിബിഡമായ ഈത്തപ്പഴത്തോട്ടത്തിൽ നിന്നൊരു വിളി കേൾക്കുന്നു. എടാ ഉമറേ, എടാ ഉമറേ, നീയാണോ അമീറുൽ മുഅ്മിനീൻ? ആരാണ് നിന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചത്? നീ ആരായിരുന്നടാ ഉമറേ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി. ഉമർ ലോകം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആരുമില്ലാത്ത സമയത്ത് ആരാണ് ഉമറിനെ ചോദ്യം ചെയ്യുന്നത്? ഉമറിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ലല്ലോ. കിസ്റ ഭരിക്കുന്നു, കൈസറും ഞെട്ടുന്നതാ. മിസ്രിൽ മുഖൗഖിസ് കേട്ടുടൻ വിറക്കുന്നതാ. കിസ്റ ചക്രവർത്തി പേര് കേട്ടാൽ വിറക്കുന്ന ഉമറിനെ പാതിരാത്രിയിൽ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് ചോദ്യം ചെയ്യുന്ന ധൈര്യവാനാരാ? കാണാൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ ഉമറിനെ കിടുകിടാ വിറപ്പിച്ച ചൂണ്ടുവിരലിന്റെ ഉടമയെ കണ്ട് ഞെട്ടിപ്പോയി. ആരെന്നറിയോ ചെറുപ്പക്കാരെ? അത് മറ്റാരുമല്ല, അത് ഉമർ തന്നെയാണ് റളിയല്ലാഹു അൻഹു. തന്റെ ചൂണ്ടുവിരൽ നെഞ്ചിന് നേരെ തിരിച്ചു വെച്ചിട്ട് എടാ ഉമറേ, എടാ ഉമറേ, നീ ആരാണ് ഉമറേ? പാതിരാത്രി ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഉള്ളിലിരുന്നിട്ട് ഹൃദയത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന ഫലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ. ഹൃദയത്തിലോട്ടിറക്ക്. നിന്നെ നേരെ വിരൽ ചൂണ്ടലല്ല, ബാക്കവി അങ്ങനെയാണ് പറയലല്ല, പള്ളിക്കല മുഅദ്ദിൻ അങ്ങനെയാണ് പറയലല്ല. ആണത്തമുണ്ടെങ്കിൽ ചൂണ്ടുവരൽ സ്വന്തം നെഞ്ചിന് നേരെ ചൂണ്ടണം. നിനക്ക് പറയാൻ എന്ത് യോഗ്യതയടാ? നീ നിന്റെ ഭാര്യയോട് പെരുമാറുന്നതെങ്ങനെ? നീ നിന്റെ മാതാവിനോട് പെരുമാറുന്നതെങ്ങനെ? നിന്റെ സാമ്പത്തികമായ വരുമാനം എങ്ങനെ? നിന്റെ ഭക്ഷണം ഹലാലാണോ? സ്വന്തം നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടാൻ അവനാണ് ആ കുട്ടി. ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. ഇതാണ് ഹൃദയത്തിൽ വരേണ്ട വെളിച്ചം. അല്ലാതെ മുദ്രാവാക്യങ്ങളിലോ ഈ സലാത്തുകളിലോ മുത്തുനബിയുടെ വെളിച്ചം അവസാനിക്കരുത്. ഇത് ജീവിതാവസാനം വരെ ഓരോ അണുവിലും അത്തത്തിലും നിറഞ്ഞു നിൽക്കേണ്ട വെളിച്ചം. അല്ലാഹുവേ, പാതിരാ സമയത്ത് ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഇരുട്ടിലിരുന്നിട്ട് നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിയ ഉമറാരാ? ഈ ഉമറാണ് ഉക്കാലാ ചന്തയിൽ റോമയിൽ നിന്ന് വരുന്ന മല്ലന്മാരെ മലത്തിയടിച്ചിട്ട് ആ മലന്ന് കിടക്കുന്നവന്റെ നെഞ്ചിലേക്ക് ഇടത് കാല് വെച്ചിട്ട് ഇനി ആരെന്നടാ ഖത്താബിന്റെ മകനോട് എതിരിടാനെന്ന് വിരൽ ചൂണ്ടിയ ഉമറാണിത് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ചിന്ത തരട്ടെ. അഭിനവകാല ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ ചമക്ക ഇന്ത്യക്ക് കഴിയില്ല. ഇന്ത്യ തിളങ്ങുന്നു. എവിടെയാണ് ഇന്ത്യ തിളങ്ങുന്നത്? ഡൽഹി നഗരത്തിലെ 2.5 വയസ്സുകാരിയെ മാനഭംഗപ്പെടുത്ത ഇന്ത്യയാണോ തിളങ്ങുന്നത്? കൊല്ലം ജില്ലയിലെ അടൂരിൽ 8ാം ക്ലാസ്സുകാരിയെ മരത്തിന് കെട്ടിയിട്ടിട്ട് 12 പേര് മാനഭംഗം ചെയ്ത ഇന്ത്യയാണോ തിളങ്ങുന്നത്? ചമക്ക ഇന്ത്യ, മെയ്ക്ക് ഇൻ ഇന്ത്യ. എല്ലാ ഇന്ത്യയിലും നിർമ്മിക്കുക. ഏറ്റവും വലിയ നിർമ്മാണം പെൺവാണി. ഉമറുണ്ടാവണം ഈ ചരിത്രത്തിൽ. ഉമർ റളിയല്ലാഹു തആല ചരിത്രത്തിലുണ്ടാവണം. സുപ്രീം കോടതിയിൽ കുറ്റവാളിയെ കുറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നേരെ കോലാഹലങ്ങൾ വന്നിട്ട് കാര്യമില്ല. 2.5 വയസ്സുകാരിയോടെ മാനം കെടുത്തുന്ന ലോകം മാറണോ? അതുണ്ടാകണമെങ്കിൽ ഉമറിന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുത്ത വെളിച്ചത്തിന്റെ നായകൻ വരണം. ആ നായകനാണ്. അതുകൊണ്ടാണ് 2.5 വയസ്സുള്ള പെണ്ണിനെ പോലും മാനഭംഗം നടത്തിയ ഡൽഹി നഗരത്തില് അന്ത്യാരാജ്യത്തിന്റെ അധികാരത്തിന്റെ സമവാക്യങ്ങൾ മാറ്റിത്തെറിച്ചിട്ട് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ദുഃഖത്തോടെ പറഞ്ഞത്, ഡൽഹി നഗരത്തിൽ ഒരു പെണ്ണിന് മാനത്തോടെ നടക്കണോ? അവിടെ അറേബ്യ ഭരിച്ച ഉമർ വരണം. ഉമറിന്റെ ഭരണമാണ് എന്നിന് സ്വാധീനം ചെലുത്തിയതെന്ന് ദുബൈയിലെ ഭരണാധികാരികളുടെ സ്വീകാരത്തിന്റെ മുമ്പിലേക്ക് വാർച്ചെരുപ്പും കാലിലിട്ടിട്ട് നടന്നുപോയ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു, ഉമറാണ് എന്നെ മാതൃകയെന്ന്. അത്രത്തോളം എത്താൻ കഴിയില്ലെങ്കിലും സഹോദരങ്ങളെ, ആ വെളിച്ചം അഭിനവലോകത്തിന്റെ പെണ്ണിന്റെയും ആണിന്റെയും ഹൃദയത്തിലിറങ്ങണം. അതാണ് അന്ത മിസ്ബാഹു സുദൂരി. അങ്ങ് ഹൃദയത്തിന്റെ വെളിച്ചമാണ് നബിയെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ.
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്